വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെതിരെ ഓർത്തഡോക്സ് സഭ ഗവർണറെ കാണും. സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പോലീസ് നിഷ്ക്രിയരാകാൻ കാരണമെന്ന് കോട്ടയത്ത് ചേർന്ന ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി വിലയിരുത്തി. അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കോതമംഗലം പള്ളിയിലേക്ക് മടങ്ങുമെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോൾ. ഞായറാഴ്ച മുഴുവൻ പള്ളികളിലും പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയ ശേഷം ബുധനാഴ്ചയോടെ ഗവർണറെ കാണാനാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആലോചന. സംസ്ഥാന പോലീസിന് സാധിക്കില്ലെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്നും ഓർത്തഡോക്സ് മാനേജിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് റമ്പാനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ മാനേജിംഗ് കമ്മിറ്റി അപലപിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ അടുത്ത മാസം 3-ന് മലങ്കര അസോസിയേഷൻ വിളിച്ചു ചേർക്കാനും ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചു. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കോതമംഗലം പള്ളിയിലേക്ക് മടങ്ങിയെത്തുമെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോൾ. കോടതി വിധി നടപ്പാക്കാൻ കോതമംഗലം പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തണമെന്ന നിലപാടിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജി അടുത്ത മാസം 4-ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അഭിഭാഷകനുമായി ആലോചിച്ചിട്ടേ എന്ന് പള്ളിയിലേക്ക് മടങ്ങിയെത്തണമെന്ന് തീരുമാനിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം റമ്പാൻ തിരികെ എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യാക്കോബായ വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. വനിതാ മതിൽ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി ഇന്ന് യോഗം ചേരും. മതന്യൂനപക്ഷങ്ങളെയും വനിതാ മതിലിന്റെ ഭാഗമാക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. വർഗീയ മതിലെന്ന പ്രതിപക്ഷ പ്രചാരണം മറികടക്കാനാണ് CPMന്റെ ശ്രമം. വനിതാ മതിൽ വർഗീയ മതിലാണെന്നും ഒരു മതവിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി പരിപാടി സംഘടിപ്പിക്കുന്നത് നാടിനെ വിഭജിക്കാനാണെന്നുമുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. KCBCയും ഇക്കാര്യത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞു. നവോത്ഥാന സംഘടനകളുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ മാത്രം പരിപാടിയല്ല വനിതാ മതിലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തത്. പ്രതിപക്ഷ വിമർശനങ്ങൾ മറികടക്കാൻ എല്ലാ മതവിഭാഗത്തെയും മതിലിന്റെ ഭാഗമാക്കണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. ന്യൂനപക്ഷങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനമായി. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. എന്നാൽ ന്യൂനപക്ഷ സംഘടനകളും മതമേലധ്യക്ഷന്മാരും സർക്കാരിന്റെ വൈകിയ ക്ഷണത്തെ എങ്ങനെ കാണുമെന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനത്തിന് എത്തുന്ന വനിതാ സംഘത്തിന് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി മനതി സംഘടനാ കോർഡിനേറ്റർ സുശീല ന്യൂസ് 18നോട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ മറുപടിയായാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നതെന്നാണ് സുശീലയുടെ പ്രതികരണം. നാളെയാണ് സുശീലയുടെ നേതൃത്വത്തിലുള്ള വനിതാ സംഘം ശബരിമലയിൽ സന്ദർശനത്തിന് എത്തുക. நாங்கள் பினராயி விஜயன் அவருக்கு ஒரு மெயில் பண்ணியிருந்தோம். உச்சநீதிமன்ற தீர்ப்பின் அடிப்படையில் வர பெண்களுக்கு நீங்கள் சப்போர்ட் பண்ணுறதா சொல்லியிருக்கீங்க. நாங்கள் மனிதி என்ற பெண்கள் அமைப்பு இங்கே இருக்க நிறைய டிவோட்டிஸ் ஐயப்பனை வழிபடணும்னு நினைக்கிறாங்க. அவங்களுக்கு சப்போர்ட் பண்ணுறதுக்காக கொஞ்சம் பேரும் அந்த டிவோட்டிஸும் நாங்கள் கேரளாவுக்கு வரணும்னு விரும்புகிறோம், எங்களுக்கு நீங்கள் சப்போர்ட் பண்ணணும் அப்படிங்கிற மாதிரி கேட்டிருந்தோம். அவங்க அந்த மெயிலுக்கு எங்களுக்கு ரிப்ளை பண்ணியிருக்காங்க. என்ன ரிப்ளைனா, கன்சர்ன் போலீஸ் அஃபீஷியலுக்கு நாங்கள் உங்களுடைய மெயிலை ஃபார்வர்ட் பண்ணியிருக்கோம், கண்டிப்பாக உங்களுக்கு நாங்கள் சப்போர்ட் பண்ணுறோன்ற மாதிரி மெயில் எங்களுக்கு ரிப்ளை பண்ணியிருக்காங்க. ശബരിമലയിൽ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കഅങ്കി ഘോഷയാത്ര നാളെ ആരംഭിക്കും. 41 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ നാളുകൾ. മണ്ഡലകാലം ഈ മാസം 27-ന് അവസാനിക്കും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി ചാർത്തിക്കൊണ്ടുള്ള മണ്ഡലപൂജ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് വൈകിട്ട് 5-ന് ശരംകുത്തിയിൽ സ്വീകരണം നൽകും. 18-ാം പടിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവസ്വം പ്രതിനിധികൾ സ്വീകരിക്കും. 23-ാം തീയതി 7 മണിക്ക് രാവിലെ 7 മണിക്ക് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടും. അതിൻ്റെ ബന്ധപ്പെട്ട ചുമതലക്കാരെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ആറന്മുള AO ശ്രീ അജിത് കുമാർ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് അങ്കി ഘോഷയാത്ര നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഘോഷയാത്രയുടെ സമയം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. മണ്ഡലകാലം അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. പ്രതിദിനം ശരാശരി 80,000 ഭക്തർ സന്നിധാനത്തെത്തുന്നുണ്ട്. 18-ാം പടിയിൽ ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ മൂലം തിരക്ക് അനുഭവപ്പെടുന്നില്ല. ന്യൂസ് 18 സന്നിധാനം.
KSRTCയിൽ പുനർനിയമനവും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ട് എംപാനൽ ജീവനക്കാർ നടത്തുന്ന ലോങ് മാർച്ച് കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുന്നു. രാവിലെ കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ലോങ് മാർച്ച് വൈകിട്ട് ആറ്റിങ്ങലിൽ സമാപിക്കും. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കരുത്, സർക്കാർ ജോലി സംരക്ഷണം നൽകണം, തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോങ് മാർച്ച്. മാർച്ച് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും. ചരക്ക് സേവന നികുതി നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കിടെ GST കൌൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ. 99% ഉൽപ്പന്നങ്ങളും 18% നിരക്കിലേക്ക് കൊണ്ടുവരുന്നത് പരിഗണിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. നിരക്ക് കുറയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം വിശദമായി പരിശോധിക്കണമെന്ന് ചില സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന വരുമാനത്തിന്റെ നിലവിലെ സ്ഥിതി, കയറ്റുമതിക്കുള്ള റീഫണ്ട് വ്യവസ്ഥ ഉദാരമാക്കൽ എന്നിവ ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. ബീഹാറിലെ NDAയുടെ സീറ്റ് വിഭജന ഫോർമുല ഇന്ന് പ്രഖ്യാപിക്കും. NDAയുമായി അകന്നു നിൽക്കുന്ന രാംവിലാസ് പാസ്വാന്റെ ലോക ജനശക്തി പാർട്ടിയെ അണിനയിപ്പിക്കുന്ന രീതിയിലാകും സീറ്റ് വിഭജനം. ബീഹാറിൽ 5 ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശിലോ ജാർഖണ്ഡിലോ 1 സീറ്റും രാജ്യസഭാ സീറ്റും നൽകാനാണ് തീരുമാനം. JDUവിനും BJPക്കും 17 സീറ്റുകൾ വീതം ലഭിക്കുന്ന തരത്തിലാണ് ഫോർമുല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേരും പരിഗണിച്ചിരുന്നതായി ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ മാറി നിൽക്കാനായിരുന്നു തന്റെ തീരുമാനം. കർഷകരുടെ വായ്പ എഴുത്തള്ളുക മാത്രമല്ല പ്രശ്നപരിഹാരം. റഫാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ JPC അന്വേഷണത്തെ സർക്കാർ ഭയക്കുന്നത് എന്തിനാണെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ ചോദിച്ചു. Chose to step aside because I do believe that the party comes first, and I do believe that your ambition and your aspiration should always be secondary to the party. We always as netas mouth this, but I think the true test comes when you are faced with that test. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. എറണാകുളത്ത് ഇത്തവണ CPMന്റെ പരീക്ഷണ സ്ഥാനാർത്ഥി ആരാകും? സ്വതന്ത്രനോ പാർട്ടിക്കാരനോ? കഴിഞ്ഞ തവണ ഇറക്കിയ സ്വതന്ത്രനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണം വരെ ഉയർന്നു. പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ സാധ്യത P. രാജീവനാണ്. UDFൽ കച്ചമുറുക്കുന്നത് സിറ്റിംഗ് MP KV തോമസ് തന്നെയാണ്. 67-ൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചതിൽ പിന്നെ CPMന് എറണാകുളം ബാലികേറാമലയാണ്. 71-ലും 77-ലും 91-ലും 2009-ലും പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റു. 80-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച സേവ്യർ അറക്കലിനെ സ്വതന്ത്രനായി ഇറക്കി 96-ൽ കോൺഗ്രസ് കോട്ട പിടിച്ചു. അവിടെ നിന്നാണ് സ്വതന്ത്ര പരീക്ഷണം CPM തുടങ്ങിയത്. 1997-ലും 2003-ലും 2004-ലും സെബാസ്റ്റ്യൻ പോളിനെ സ്വതന്ത്രനായി ഇറക്കി. ഫലമുണ്ടായി. പക്ഷേ 2014-ൽ ഈ പണിപ്പാളി. ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിന്റെ സെക്രട്ടറിയായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് സ്വതന്ത്രനായി എത്തിയപ്പോൾ പാർട്ടിക്കാർ പോലും ഞെട്ടി. പേയ്മെന്റ് സീറ്റെന്ന് ആക്ഷേപവും കേട്ടു. സാമാന്യം ഭേദപ്പെട്ട മാർജിനിൽ തോക്കുകയും ചെയ്തു. അങ്ങനെ 5ാം തവണ KV തോമസ് 87,047 വോട്ടിന് വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നും ഇടതുപക്ഷം പാഠം പഠിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും താഴെത്തട്ടുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മത്സരം പാർട്ടി ചിഹ്നത്തിലെങ്കിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗവുമായ P. രാജീവനാണ് മുൻതൂക്കം. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്രതീക്ഷിത സ്വതന്ത്രരും എത്തിയേക്കാം. 5 വട്ടം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സിറ്റിംഗ് MP KV തോമസ് തന്നെയാവും ഇത്തവണയും UDF സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ BJP വോട്ട് വീതം ഗണ്യമായി ഉയർത്തിയ AN രാധാകൃഷ്ണനെ തന്നെയാവും NDA പരീക്ഷിക്കുക. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. തുടർച്ചയായ ഹർത്താലുകൾ മൂലം മത്സ്യബന്ധന മേഖല നേരിടുന്നത് കോടികളുടെ നഷ്ടം. ഹർത്താൽ ദിനം ഒരു ബോട്ടിന് മാത്രം 5 ലക്ഷം രൂപയുടെ വരെ നഷ്ടമുണ്ടാകുന്നുവെന്നാണ് കണക്കാക്കുന്നത്. മേഖലയിലെ പ്രതിസന്ധി മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിൽ അണിനിരക്കാനാണ് ബന്ധപ്പെട്ടവരുടെ തീരുമാനം. ഹർത്താൽ ദിനം ഒരു ബോട്ടിന് മാത്രം സാമ്പത്തിക നഷ്ടം 2.5 മുതൽ 5 ലക്ഷം രൂപ വരെ. സാധാരണ 1000 രൂപയ്ക്ക് വിൽക്കുന്ന മത്സ്യം ഹർത്താൽ ദിനത്തിൽ വിൽക്കുന്നത് 400 രൂപയ്ക്ക്. കുട്ടക്കണക്കിന് മത്സ്യം ചിലപ്പോൾ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കേണ്ടിയും വരും. ഹർത്താൽ ദിനത്തിൽ ഹാർബറിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തത് മറ്റൊരു പ്രതിസന്ധി. ചെമ്മീൻ പീലിംഗ് മേഖലയിലും ഹർത്താൽ പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് മത്സ്യബന്ധന മേഖലയിൽ ഹർത്താൽ വിരുദ്ധ വികാരം ഉയരുന്നത്. ഇനി ഒരു അപ്രഖ്യാപിത ഹർത്താലുകൾക്കും പ്രഖ്യാപിത ഹർത്താലുകൾക്ക് പോലും ഞങ്ങൾ യോജിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ മത്സ്യബന്ധന മേഖല ഹർത്താൽ ദിനങ്ങളിൽ പൂർണ്ണമായും പ്രവർത്തിക്കും. വണ്ടികൾ ഓടാനും വ്യാപാരികൾ വരാനും തയ്യാറാണെങ്കിൽ ഞങ്ങൾ മത്സ്യം വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഈ ഹർത്താലുകളെ അങ്ങേയറ്റം ശക്തമായി എതിർക്കുകയാണ്. ഹർത്താലുകൾക്കെതിരെ
ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയിൽ അതിൻ്റെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കാൻ മത്സ്യബന്ധന മേഖല ഇന്ന് സജ്ജമായിരിക്കുകയാണ്. ഞങ്ങളതിന് തയ്യാറാണ്. മത്സ്യബന്ധന മേഖലയെയും അവശ്യ സേവനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഹർത്താലിൽ നിന്ന് ഒഴിവാക്കണം. ഹർത്താൽ ദിനം ഹാർബറുകളിലെ തൊഴിലാളികളെ തടയരുതെന്നും മത്സ്യബന്ധന മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നു. ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയ്ക്കായി വ്യാപാരി വ്യവസായികൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പം ചേരാനാണ് മത്സ്യബന്ധന മേഖലയിലുള്ള സംഘടനകളുടെയും തീരുമാനം. ന്യൂസ് 18 കൊല്ലം. ബാംഗ്ലൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരി CK ജലീലിനെ DRI അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് DRI സംഘം കസ്റ്റഡിയിലെടുത്ത ശേഷം ബാംഗ്ലൂർ സംഘത്തിന് കൈമാറുകയായിരുന്നു. പ്രതിയുടെ മൊഴി ഉണ്ടായിട്ടും ജലീലിനെതിരെ DRI നടപടിയെടുക്കാതിരുന്നതിനെക്കുറിച്ച് ന്യൂസ് 18 നേരത്തെ വാർത്ത നൽകിയിരുന്നു. ബാംഗ്ലൂർ വിമാനത്താവളം വഴി 12 കിലോ സ്വർണം കടത്തിയ കേസിലാണ് കൊടുവള്ളി CK ജ്വല്ലറി ഉടമ CK ജലീലിനെ DRI അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളി ടൗണിൽ നിന്നും കോഴിക്കോട് DRI അറസ്റ്റ് ചെയ്ത ജലീലിനെ ബാംഗ്ലൂർ അന്വേഷണ സംഘത്തിന് കൈമാറി. ചോദ്യം ചെയ്യലിന് ശേഷം ജലീലിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. കേസിൽ അറസ്റ്റിലായ കൊടുവള്ളി സ്വദേശി മുനീർ കള്ളക്കടത്തിൽ ജലീലിന് ബന്ധമുണ്ടെന്ന് DRIക്ക് മൊഴി നൽകിയിരുന്നു. പ്രതിയുടെ മൊഴിയുണ്ടായിട്ടും ജലീലിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് ന്യൂസ് 18 നേരത്തെ വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ DRI നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 12 കിലോ സ്വർണം പിടികൂടിയത്. എയർപോർട്ട് കസ്റ്റംസ് സൂപ്രണ്ട് ഉൾപ്പെടെ കേസിൽ 14 പ്രതികളുണ്ട്. ഇതിൽ 9 പേർ മലയാളികളാണ്. അതേസമയം അറസ്റ്റിലായ ജലീൽ കൊടുവള്ളിയിലെ വിവാദ സ്വർണ്ണ വ്യാപാരിയും നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതാവുമായ കാരാട്ട് ഫൈസലിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവന്നു. കേസിൽ കൂടുതൽ സ്വർണ്ണ വ്യാപാരികൾ അറസ്റ്റിലാകുമെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഇന്ന് വിവാഹിതനാകും. മാറിവാനിയോസ് കോളേജിലെ സഹപാഠിയായിരുന്ന ചാരുലതയാണ് വധു. തിരുവനന്തപുരം ഗിരിദീപം കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങുകൾ. സെപ്റ്റംബറിലാണ് 5 വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സഞ്ജു വെളിപ്പെടുത്തിയത്. സഞ്ജുവിന്റെയും ചാരുലതയുടെയും വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചതിനു ശേഷമായിരുന്നു വെളിപ്പെടുത്തൽ. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ കാഴ്ചശക്തിയില്ലാത്ത വിദ്യാർത്ഥിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നതായി പരാതി. പീഡനത്തെ തുടർന്ന് പഠനം നിർത്തിയ വിദ്യാർത്ഥി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള തബല മത്സരത്തിൽ ഒന്നാമനായിരുന്നു കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശി ചഞ്ചൽ. 2018 ജൂൺ 26 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ വയലിൻ കോഴ്സിന് ചേർന്നു. എന്നാൽ ചഞ്ചലിന് വോക്കലിനാണ് അഡ്മിഷൻ കിട്ടിയത്. വയലിന് ഒഴിവുണ്ടായിട്ടും പ്രവേശനം ലഭിക്കാതെ വന്നതോടെ നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായി 1 മാസം കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് തന്നെ മാറി. ഇതോടെ പ്രിൻസിപ്പൽ ദിനേശും വയലിൻ അധ്യാപകൻ അനൂപും പീഡനം തുടങ്ങിയതായാണ് ആരോപണം. ഇരുവരും നിരന്തരമായി മാനസിക പീഡനം തുടർന്നതോടെ ചഞ്ചൽ പഠനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോന്നു. അതിൻ്റെ ബേസിക് ഒന്നും നമുക്ക് പറഞ്ഞുതരാതെ അദ്ദേഹം ക്ലാസ് എടുത്ത് പോവുകയാണ്. ആരോടെയും ചോദിച്ച് പഠിച്ചോന്ന് പറയുക. ഞാൻ പറഞ്ഞു സാറത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഈ ഓരോ ടോപ്പിക്കിൻ്റെ ഗുളിക വാങ്ങിയിട്ട് ഓരോ ദിവസം ഓരോന്ന് കഴിച്ചോ അപ്പോൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുക, കുട്ടികളെ മുന്നിൽ വെച്ച് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുക, പിന്നെ അധ്യാപകരെ വെച്ച് പരീക്ഷ എഴുതിക്കുക. അതൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങൾ. എന്നാൽ കോളേജ് പ്രിൻസിപ്പൽ ദിനേശ് ആരോപണങ്ങൾ നിഷേധിച്ചു. അങ്ങനെ സംഭവമില്ല. സ്വന്തം കുട്ടികളെ പഠിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. അതിൽ അങ്ങനെ വിദ്യാർത്ഥിക്ക് അവർ പറയണ്ടേ സംഭവമില്ല, കോളേജിൽ ഒന്ന് അന്വേഷിക്കാം, ഒന്നുമില്ല. അധ്യാപകരുടെ പീഡനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ജോലി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത വിജി ആശുപത്രിയിൽ സമരപന്തലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് നെയ്യാറ്റിൻകര സനലിന്റെ ഭാര്യ വിജിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സർക്കാരിന്റേത് നിഷേധാത്മക സമീപനമാണെന്ന് വിജിയെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. 12 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന വിജി ഉച്ചയോടെ സമരപ്പന്തലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്യാറ്റിൻകരയിൽ സനൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഭാര്യ വിജിക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. ഉറപ്പ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വിജി സമരപ്പന്തലിലെത്തിയത്. മന്ത്രി MM മണി വിജിയോട് ഫോണിൽ ക്രൂരമായി സംസാരിച്ചുവെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നു വന്നിരുന്നു. നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 12 ദിവസമായി സമരം കിടക്കുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ വനിതാ മതിൽ സൃഷ്ടിക്കാൻ നടക്കുന്ന ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും ഏത് ലോകത്താണ് ജീവിക്കുന്നത്? സനലിന്റെ അമ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതിനെക്കുറിച്ചും കുടുംബം ആലോചിക്കുന്നു. നെയ്യാറ്റിൻകര DYSP കാറിന് മുന്നിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്നാണ് സനൽ കൊല്ലപ്പെടുന്നത്. DYSP ഹരികുമാറിനെ പിന്നീട് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അനധികൃത അവധിയിൽ തുടരുന്ന 36 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. സർക്കാർ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ ഡോക്ടർമാരെയാണ് പുറത്താക്കി ഉത്തരവിറക്കിയത്. 50ഓളം ഡോക്ടർമാർ അനധികൃതമായി ജോലിക്ക് ഹാജരാകുന്നില്ലെന്ന് സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കാലവർഷക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. 18 ദിവസം കൊണ്ട് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. ഒലവക്കോട് മേലേപ്പുറം സ്വദേശി ശ്രീദേവിക്കും കുടുംബത്തിനുമാണ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശന വീട് വെച്ച് നൽകിയത്. മഴക്കാലത്ത് വീട് തകർന്നു വീണതിനെ തുടർന്ന് ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന ഇവർക്ക് 18 ദിവസം കൊണ്ടാണ് വീട് പണിത് നൽകിയത്. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ചേർന്നതാണ് വീട്. കൂടുതൽ വീടുകൾ വെച്ച് നൽകാനുള്ള ഒരുക്കത്തിലാണ് എഞ്ചിനീയർമാരുടെ കൂട്ടായ്മ. ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ളത് വേണം, വളരെ പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്നത് വേണം, അതുപോലെ കെട്ടുറപ്പുള്ളത് വേണം. അങ്ങനെയുള്ള പല കൺസെപ്റ്റുകളും വെച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കെട്ടിട നിർമ്മാണത്തിൽ എത്തുക എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരു പല പ്രൊജക്റ്റുകളുടെയും ഒരു ആരംഭമായിട്ടാണ് ഇപ്പോൾ ഈ വീട്. പുതിയ വീട് വേഗത്തിൽ പണിതീർത്ത് കിട്ടിയപ്പോൾ ശ്രീദേവി അമ്മയ്ക്കും നിറഞ്ഞ സന്തോഷം. എനിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ മഴയത്ത് വീട് ഇടിഞ്ഞ് വീണതാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി പഴയ എഞ്ചിനീയർ കോളേജിൽ പഠിച്ചു പോയ ആൾക്കാരെല്ലാവരും കൂടി സഹായിച്ച് എനിക്കൊരു വീട് വെച്ച് തന്നു. വളരെയധികം സന്തോഷമായി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. കായംകുളം സ്വദേശി ഗോപിനാഥ പിള്ളയ്ക്കും കുടുംബത്തിനും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ആലപ്പുഴ ജില്ലയിൽ CPM നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ആദ്യത്തേതാണ് ഇത്. പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ പൊളിഞ്ഞു വീഴാറായ ചോർന്നൊലിക്കുന്ന ഷെഡിലായിരുന്നു ഗോപിനാഥ പിള്ളയും കുടുംബവും താമസിച്ചിരുന്നത്. വാഹനാപകടത്തിൽ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് തളർന്നു കിടപ്പിലാണ് ഗോപിനാഥ പിള്ള. ഓട്ടിസം ബാധിച്ച മകൾ ശാന്തിയുടെ ജീവിതം വീൽചെയറിലാണ്. ഭരണിക്കാവ് ലോക്കൽ കമ്മിറ്റി 2 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി തിരഞ്ഞെടുത്ത ഒരു കുടുംബം ഇതായിരുന്നു. രോഗവും ദാരിദ്ര്യവും മൂലം വലഞ്ഞിരുന്ന ഈ കുടുംബത്തിന് വീട് ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നമാണ് CPM യാഥാർത്ഥ്യമാക്കിയത്. എല്ലാവർക്കും വീടെന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് CPM ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുക്കുന്നത്. പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി G സുധാകരൻ നിർവഹിച്ചു. ഗോപിനാഥ പിള്ളയുടെ കുടുംബത്തിന് തലചായ്ക്കാൻ നല്ലൊരു വീടില്ല, വാസയോഗ്യമായ വീടില്ല. അവരെങ്ങനെയോ കഴിയുകയായിരുന്നു. അത് ഈ നാട്ടുകാർക്കാണ് അറിയാവുന്നത്. അപ്പോൾ ലോക്കൽ കമ്മിറ്റി ഒരു വീട് വെക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിനേറ്റവും യോഗ്യൻ നമ്മുടെ ഗോപിനാഥ പിള്ളയുടെ കുടുംബം തന്നെയാണ്. എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഒരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. 148 ലോക്കൽ കമ്മിറ്റികൾ ചേർന്ന് 150ഓളം വീടുകൾ വെച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി നാസർ, KH ബാബുരാജൻ, U പ്രതിഭ MLA, R രാജേഷ് MLA, G ഹരിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വീട് നിർമ്മാണത്തിന് സഹായവുമായി നാട്ടുകാരും മുന്നിട്ടിറങ്ങിയിരുന്നു. ന്യൂസ് 18 കായംകുളം. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിൽ ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭൂമി കയ്യേറിയതായി പരാതി. സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്വാറി സ്വകാര്യ വ്യക്തി അനധികൃതമായി കയ്യേറി സ്ഥാപിച്ചതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. അരീക്കോട് ഊർങ്ങാട്ടിരി വെറ്റിലപ്പാറയിൽ ഈന്തുംപാലി ആദിവാസി കോളനിയിലുള്ളവർക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയത്. റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി റിപ്പോർട്ട് DFOയ്ക്ക് കൈമാറും. കോറിയുടെ കുറച്ച് ഭാഗം റവന്യൂവിന് പതിച്ചു കൊടുത്ത ഭൂമിയിൽ വരുന്നുണ്ട്. ഫോറസ്റ്റ് ഭൂമി റവന്യൂവിന് പതിച്ചു കൊടുത്താണ്. അതിൽ കുറച്ച് ഭാഗം വരുന്നുണ്ട്. എത്രത്തോളം വരുന്നുണ്ട് നമുക്ക് പോയിന്റ് വെച്ചാലേ അറിയുള്ളൂ. ക്വാറിയുടെ പ്രവർത്തനത്തിന് നേരത്തെ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്വാറിയായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ് ഈ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശം, പ്രത്യേകിച്ച് ഈ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ ഏതാണ്ട് ഈ ചെക്കുന്ന് എന്ന് പറയുന്ന മലയുടെ മുഴുവൻ ചുറ്റളവിലും ക്വാറികൾ അനധികൃതമായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി മുഖേന അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോളനിവാസികൾ. ന്യൂസ് 18 അരീക്കോട്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം പൂർത്തിയായി. ജനുവരിയിൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. വിളയൂർ പഞ്ചായത്തിലെ പാലോളിക്കുളമ്പിന്റെയും പുലാമന്തോൾ പഞ്ചായത്തിലെ വളപുരത്തെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാലോളിക്കുളമ്പ് ഭാഗത്തു നിന്നും വളപുരത്തേക്ക് പോകാൻ വിദ്യാർത്ഥികളും നാട്ടുകാരും തോണിയാത്രയെയാണ് ഇതുവരെ ആശ്രയിച്ചിരുന്നത്. ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അപ്രോച്ച് റോഡും കൂടി പൂർത്തിയാകുന്നതോടെ പാലം ജനുവരിയിൽ തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വളരെ സമയബന്ധിതമായിട്ട് നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു.
വളരെ വേഗത്തിലാണ് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലം ചില ഭാഗങ്ങളിലുള്ള റോഡിൻ്റെ അപ്രോച്ച് റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം വർക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ആ വർക്ക് ഇനിയും ഇങ്ങനെ നിന്നു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു നിർബന്ധമുള്ളത് കൊണ്ട് ജനുവരിയിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 2017 ഫെബ്രുവരിയിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. 2018 ഏപ്രിലിൽ പാലം നിർമ്മാണം പൂർത്തിയായി. നബാർഡ് ധനസഹായത്തോടെ 14 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. 157 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിച്ചു. വിളയൂർ വളപുരം ഭാഗങ്ങളിലെ അപ്രോച്ച് റോഡിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇനി അവശേഷിക്കുന്നത്. പ്രളയത്തിന് ശേഷമാണ് വളപുരം ഭാഗത്തെ പ്രവൃത്തികൾ തുടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. പുതിയ തലമുറ കടന്നുവരാനും കൈവെക്കാനും മടിക്കുന്ന പന്നിക്കൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് രാജാക്കാട് NR സിറ്റി സ്വദേശിയായ അനന്തു കൃഷ്ണൻ എന്ന നിയമവിദ്യാർത്ഥി. പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്തുകയെന്ന ചിന്തയാണ് അനന്തുവിനെ ഏറെ ലാഭകരമായ പന്നിക്കൃഷിയിലേക്ക് നയിച്ചത്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയാവുകയാണ് 3ാം വർഷ നിയമവിദ്യാർത്ഥിയായ NR സിറ്റി വിനായകയിൽ അനന്തു കൃഷ്ണൻ. പലതരത്തിലുള്ള കൃഷികളെക്കുറിച്ച് ആലോചിച്ച ശേഷമാണ് അനന്തു പന്നിക്കൃഷിയുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നത്. പിന്നീട് പന്നി ഫാമുകളെക്കുറിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി. തുടർന്നാണ് ബാംഗ്ലൂരിലെ സ്വകാര്യ പന്നി ഫാമിൽ നിന്ന് മികച്ച ഇനം പന്നിക്കുഞ്ഞുങ്ങളെ വാങ്ങിയത്. ഒരു ഹൈടെക് ഫാം എന്ന രീതിയിൽ ഓരോ പന്നിയും ഓരോ കൂട്ടി നിർത്തുക, അതുപോലെ തന്നെ അതിന് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക, ഇൻഡിവിജ്വൽ മെഡിസിൻ കൊടുക്കുക, ലീൻ മീറ്റ് ഉൽപ്പാദിപ്പിക്കുക, ചില കൊഴുപ്പ് കുറഞ്ഞ് നല്ല മാംസം ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് എൻ്റെ ലക്ഷ്യം. നാടൻ പന്നികളെ അപേക്ഷിച്ച് കൊഴുപ്പ് കുറവുള്ള ലർജ് വെയ്റ്റ്, ഡുറോക്ക്, അമേരിക്കൻ ലാൻഡ്രസ് തുടങ്ങിയ പന്നികളാണ് അനന്തുവിന്റെ ഫാമിലുള്ളത്. 100 കുഞ്ഞുങ്ങളുമായി തുടങ്ങിയ ഫാമിൽ ഇപ്പോൾ 500 പന്നികളാണുള്ളത്. മാലിന്യ സംസ്കരണത്തിനടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഫാം പ്രവർത്തിക്കുന്നത്. കർണാടക, തമിഴ്നാട്ടിലുള്ള ഒരു 10-30 ഫാമുകൾ ഞാൻ പോയി. ഈ കഴിഞ്ഞ 2 വർഷത്തിന്, ഒരു 4 വർഷം ഞാൻ ഈ ഫീൽഡിലുണ്ട്. കഴിഞ്ഞ 2 വർഷം എനിക്ക് ഈ ഫാമുകളിലൊക്കെ പോയി. അവിടെ നിന്നൊക്കെ കിട്ടിയ ഐഡിയ വെച്ചാണ് ഞാൻ ഇവിടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ ഈ ഫാം തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായി. ഫാമിന്റെ ജോലികൾക്കായി തൊഴിലാളികളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ചെറിയ സംരംഭത്തിലൂടെ കുറച്ചാളുകൾക്കെങ്കിലും തൊഴിൽ നൽകുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അനന്തുവിനുണ്ട്. SNDP യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറിന്റെയും അധ്യാപികയായ സജിതയുടെയും മകനാണ് അനന്തു. ന്യൂസ് 18 രാജാക്കാട്. നക്ഷത്രവിസ്മയമൊരുക്കി മലയോരത്തെ ക്രിസ്മസ് വിപണി സജീവമാകുന്നു. വിവിധ വർണ്ണത്തിലും വ്യത്യസ്ത രൂപങ്ങളിലുമുള്ള നക്ഷത്രങ്ങളാണ് വിപണിയിൽ ആവശ്യക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന നക്ഷത്രങ്ങൾ, അലങ്കാര ബൾബുകൾ, സാന്താക്ലോസ് വേഷങ്ങൾ, ക്രിസ്മസ് ട്രീ തുടങ്ങി വിവിധ തരത്തിലുള്ള തോരണങ്ങൾ വരെ വിപണിയിൽ നിന്നും വാങ്ങിക്കാം. പുൽക്കൂടൊരുക്കാൻ ചൈനീസ് രൂപങ്ങൾ, വിവിധ തരത്തിലുള്ള ബൾബുകൾ, അലങ്കാരമണികൾ, ക്രിസ്മസ് ബാനറുകൾ, ബലൂണുകൾ തുടങ്ങിയവ എല്ലാ കടകളിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയ്ക്കൊപ്പം ക്രിസ്മസ് അടുക്കുന്നതോടെ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു. പഴയ പോലുള്ള നക്ഷത്ര വിപണി കാര്യമായിട്ടില്ല. പിന്നെ മത്സരിച്ചുള്ള കച്ചവടങ്ങൾ ഇതെല്ലാം ഇതിനെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയാനന്തരമായിട്ട് തിരക്ക് കുറവാണ്. ഇപ്പോൾ ഒരു ഭാവി സാധാരണ 22, 23, 24 തീയതികളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത്. പ്രതീക്ഷ സാധനമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അലങ്കാരം കൂടുന്നതനുസരിച്ച് നക്ഷത്രങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും. പുതിയ ഡിസൈനുകളിലുള്ള നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും. ക്രിസ്മസിന്റെ വരവറിയിച്ച് വഴിയോരങ്ങളിലും വീടുകളിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. ന്യൂസ് 18 ആലക്കോട്.